ഹായ് നമസ്കാരം. കോർഫൻസസിൻ്റെ മറ്റൊരു സൈറ്റിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈറ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ വടകരക്കടുത്ത് തണ്ണീർപ്പന്തലാണ് നമുക്ക് ഈ ഒരു സൈറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ഒരടി ഹൈറ്റിൽ വരുന്ന ഈ ഒരു മതിലിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഫെൻസിങ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് ചെറിയ ഗ്യാപ്പുകളുണ്ട്. അവിടേക്ക് നമ്മൾ ഗേറ്റുകൾ അപ്പുറത്തെ പ്ലോട്ടിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട് 3 ഗേറ്റുകൾ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ പ്ലോട്ടുകളും ഇവരത് തന്നെയാണ്, ഓൺ പ്രോപ്പർട്ടീസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സെറ്റാക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു മതിലിൻ്റെ മുകളിൽ 2 അടിയോളം ഹൈറ്റ് വരുന്ന GI അപ്പോളോ 1.5 ഇഞ്ചിൻ്റെ ട്യൂബുകളാണ്. അതൊക്കെ നമ്മൾ അടിയിൽ പ്ലേറ്റ് വെച്ചിട്ട് ആങ്കർ ബോൾട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ രീതിക്ക് വെച്ചിട്ടുള്ളത്. ഏകദേശം 7 അടിയോളം ലെങ്ത്തിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ടോപ്പിൽ 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് അതിനുശേഷം നമ്മളത് വെൽഡ് ചെയ്തെടുത്തു. അത് ലെവലാക്കി അതിൻ്റെ പോയിൻറ്റുകൾ, മതിലിനൊക്കെ ചെറിയ വാട്ടർ ലെവൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിതിൽ പരമാവധി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വരുന്ന ഗേറ്റ് ഈ ഒരു ഫെൻസിങ്ങിൻ്റെ അതേ ഒരു മോഡലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഫെൻസിങ്ങിൻ്റെ ഒരേ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് പെയിൻറ്റിങ്ങിലാണെങ്കിലും ആ ഒരു ഫ്രെയിം വർക്കിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പരമാവധി ആ ഒരു രൂപത്തിൽ തന്നെയാണ് നമ്മളോട് എടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു വീടിൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ആ ഒരു വീടിനാണെങ്കിൽ ഒരു ഫെൻസ് തന്നെ നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. ആ പെയിൻറ്റിങ്ങിലായാലും നമ്മുടെ ആ ഒരു മോഡൽസിലായാലും അതിനിണങ്ങിയ ഒരു മോഡലാണ് നമ്മളവിടെ പ്രിഫർ ചെയ്തിട്ടുള്ളത്. 2 അടിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത്, മതിൽ 5 അടിയാണ്. അപ്പുറത്ത് മണ്ണ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് നായശല്യം അതിരൂക്ഷമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഫെൻസ് ചെയ്യാനായിട്ട് തന്നെ കസ്റ്റമർ നമ്മളെ സമീപിച്ചത്. ഈ ഒരു ഭാഗത്ത് ഹൈറ്റ് തീരെ കുറവായതുകൊണ്ടും വളരെ കൂടുതൽ ശല്യം ഉള്ളത് കൊണ്ട് നമ്മളിവിടെ 3 അടിയാക്കി. ഹൈറ്റ് കൂടുന്തോറും നമുക്ക് ഈ ഒരു ഫെൻസിങ്ങിൻ്റെ ഭംഗി കുറയുന്നുള്ളത് കൊണ്ട് ഹൈറ്റ് കുറഞ്ഞ ഭാഗങ്ങൾ അധികം ഹൈറ്റ് കുറച്ചിട്ടാണ് പരമാവധി നമ്മൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈറ്റ് കുറവ് മതി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ 2 അടി നമ്മൾ പ്രിഫർ ചെയ്തത്. ഈ ഒരു ഫെൻസിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 150 മീറ്റർ അടുപ്പിച്ചാണ്, ഗേറ്റ് ഉൾപ്പെടെ. അപ്പോൾ ഈ ഒരു ഫ്രെയിം റേറ്റ് നമ്മൾ മൊത്തം ഒരു റണ്ണിങ് മീറ്റർ കോസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ എൻഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക്, ചെറിയൊരു പോർഷനിൽ പോലും നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഹൈറ്റിൽ ഒരു ചെറിയൊരു പോർഷൻ. അവിടെയും ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഡോഗിൻ്റെ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ്. ഇവിടെ മരങ്ങളെ തടസ്സം ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് ശരിക്കും ലെവലിൽ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഗ്യാപ്പ് അടച്ച് അത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അലൈൻമെൻറ്റ് നമുക്ക് അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അതും കാഴ്ചയിൽപ്പെടാത്ത രീതിക്ക് സെറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്കാണ് നമുക്ക് ഈ ഒരു ഫെൻസിങ്ങിന് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം കാണുമ്പോൾ ഒരു വൃത്തികേടില്ലാത്ത രീതിക്കും എന്നാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ഫെൻസിങ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഗേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം മോഡൽ. ഹൈറ്റ് വ്യത്യാസങ്ങളുണ്ട്, ചെറിയ ഹൈറ്റ് വ്യത്യാസങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. ഗേറ്റിൻ്റെ അടിയിലെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ ചെയിനിങ് ഒരളവിനാണ് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. 1 മീറ്റർ ലെങ്ത് വരുന്ന ഈ ഒരു ഗേറ്റിൻ്റെ പോർഷനിൽ മാത്രം നമുക്ക് ഹൈറ്റ് കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വൃത്തികേട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മൾ വെൽഡ് ചെയ്ത് സ്പോട്ട് ചെയ്യുന്നത്. 3mm ചെയിൻ ലിങ്ക് ആണ്. അപ്പോൾ നമ്മളിത് ഓരോ ഗ്യാപ്പ് ഇടവിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫെൻസിങ്ങിന് വെൽഡിങ് സ്പോട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്പോട്ടിങ് ഫില്ലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഈ ഒരു ഡോഗുകൾക്കോ ഒന്നിനും ഇതിന് താഴത്തോട് തള്ളിക്കയറാനോ പിടിക്കാനോ പറ്റില്ല. അത്യാവശ്യം സ്ട്രെങ്ത്തിൽ നിൽക്കുകയും ചെയ്യും. ഇത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ 10 ഗേജിൻ്റെ 2 ഇഞ്ച് ചെയിൻ ഗ്യാപ്പിൽ 2 ഫീറ്റ് ആയിട്ട് വരുന്ന ടാറ്റ വയറോൻ്റെ ഹൈറ്റാണ്. അത് നമ്മൾ ഒരു കളർ കോമ്പിനേഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് പെയിൻറ്റ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിങ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് എപ്പോക്സി പ്ലസ് 1 കോട്ട് എനാമലാണ്, വൈറ്റ് എനാമലാണ്. അത് സ്പ്രേ പെയിൻറ്റിങ് ആണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഇത്രയും ഫിനിഷിങ്ങിൽ നമുക്കിവിടെ കിട്ടാനായിട്ടുള്ള കാരണം. ചെറിയ പെയിൻ്റൊക്കെ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട്. താഴെയൊക്കെ പുതിയ മതിലായതുകൊണ്ട് അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പ്രേ പെയിൻറ്റിങ് നമ്മളിവിടെ ചെയ്യാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ഫെൻസിങ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ മൊത്തം ഒരു ഔട്ട് സൈഡ് ആണെങ്കിലുള്ള ഒരു ഫെൻസിങ് ചെയ്തുകൊണ്ട് നല്ലൊരു ലുക്കിൽ ഈ ഒരു വീടിനെ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ഫെൻസിങ് ചെയ്തതുകൊണ്ട് തന്നെ.
സ്ക്വയർ ഫീറ്റ് റേറ്റ് എല്ലാവരും വിളിക്കുന്ന സമയത്ത് എത്രയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളെല്ലാം സൈറ്റ് കണ്ടിട്ടാണ് ഇത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ വർക്കുകൾക്കും, എല്ലാതരം ഫെൻസിങ് വർക്കുകൾക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ താഴെ ഉണ്ടാവും.